തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുട്ട റോസ്റ്റാണ്. അതിനാവശ്യമായിട്ടുള്ള ഒരു ഹാഫ് തക്കാളി, പിന്നെ 3 വലിയ ഉള്ളി, 2 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് വേഗം കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്ത 3 സവാള, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 2 പച്ചമുളക്, ഇതെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചതാണ്. ഇനി പിന്നെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയാണിത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ പുഴുങ്ങി വെച്ച 5 കോഴിമുട്ടയാണിത്. ഇനി ഒരു ഫ്രൈയിങ് പാൻ വെക്കാം. ഫ്രൈയിങ് പാൻ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ചൂടായി വരുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. വലിയ ഉള്ളി ഞാൻ മുറിച്ച് വെച്ച വലിയ ഉള്ളിയാണ്. അതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കണം. ആദ്യം ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് വഴറ്റിയെടുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് ചെറുതായിട്ട് നന്നായിട്ട് വഴറ്റി വന്നാലാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കൊന്നത് വഴറ്റിയെടുക്കാം. വേഗം വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്താൽ അത് വേഗത്തിൽ വഴറ്റി കിട്ടും, വെന്ത് കിട്ടും നന്നായിട്ട്. അപ്പോൾ നന്നായിട്ട് ഈ മുട്ട റോസ്റ്റിന് നന്നായിട്ട് ഉള്ളി നല്ലോണം വെന്ത് കിട്ടണം, വഴറ്റി കിട്ടണം. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ചേർത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് തക്കാളി ചേർക്കാൻ. പെട്ടെന്ന് തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് വഴറ്റി വരുന്നതിനേക്കാളും മുന്നേ തക്കാളി ചേർക്കരുത്. അപ്പോൾ അതൊന്ന് ആയി കിട്ടാൻ പാടാവും. ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് ഒന്നും കൂടി ഇത് ഒരു ചുവപ്പ് കുറച്ച് ചെറുതായിട്ടൊന്ന് കളർ മാറ്റം വരുമ്പം തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ തക്കാളിത്തെ വെള്ളം കൊണ്ട് അത് വഴറ്റി കിട്ടാൻ പാടാവും. അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അധികം ഒരു പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മുട്ട റോസ്റ്റാണിത്. അപ്പോൾ ഇതിലിപ്പോൾ 1/4 പൊടി ചേർത്താലും അത്ര എരിവുണ്ടാവില്ല. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് നമുക്കത് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം ആണ് നമുക്കതിലേക്ക് മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം നല്ല സ്പീഡിൽ വെക്കരുത്, ഒന്ന് സ്പീഡ് കുറച്ച് വെക്കണം. ഇപ്പോൾ അത് നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഗ്രേവി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ചെറുതായിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു കുറച്ചൊരു വെള്ളം ഗ്രേവിയിലുണ്ടാവും. ഇനി നമുക്കതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് പുഴുങ്ങിയ 5 മുട്ടയാണിത്. അപ്പം ഈ മുട്ട ഞാൻ മുറിച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ, ചിലവർ അങ്ങനെ തന്നെ മുറിക്കാതെ ചേർത്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കട്ടെ. ഇന്ന് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. എൻ്റെ മോൾക്ക് ഇതൊന്നും മസാലയൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് വെക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് ആക്കി കൊടുക്കണം. എല്ലാം ഇളക്കി ചേർത്ത് കൊടുക്കണം. അതിലേക്ക് അത് വെച്ച് മുട്ട പൊട്ടിക്കരുത്. അതിൻ്റെ ഉള്ളിലത്തെ അത് പോവാത്ത രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ കുറച്ച് നേരം നമ്മൾ ആ തീയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. എൻ്റെ മുട്ടയിലേക്ക് അതിൻ്റെ ഉപ്പും പുളിയും അതിൻ്റെ എരിവൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മൾ ആ തീയിൽ തന്നെ ഒന്ന് വേവിച്ചെടുത്താലാണ് അതിന് ടേസ്റ്റ് വരുള്ളൂ. ഇട്ട പാട്ടിന് നമ്മൾ അത് എടുത്തു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ തീയിൽ ചെറുതാക്കി വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റി വരണം. മുട്ടയിലേക്ക് അതൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിൻ്റെയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് പിന്നെ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം എൻ്റെ ചാനൽ. എന്നാലാണ് എനിക്ക് കൂടുതൽ ഇടാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതാ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്ന് അതിലേക്ക് മുട്ടയൊന്ന് നമ്മൾ വേവിച്ചെടുത്ത മുട്ടയാണെങ്കിൽ കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടും. നമ്മളതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ചും കൂടി ആ എരിവും ഒക്കെ, വല്ലാതെ എരിവുണ്ടെങ്കിൽ ആ എരിവൊക്കെ ഒന്ന് പോയി നല്ല ടേസ്റ്റിയായി കിട്ടും. കറിവേപ്പിൻ്റെ ഇട്ടതിന് ശേഷം നമുക്കത് വാങ്ങി വയ്ക്കാം. നല്ലൊരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.